അടിമാലി മച്ചിപ്ലാവ് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വാർഷിക പെരുന്നാളിന് തുടക്കം കുറിച്ചു. 3 ദിവസങ്ങളിലായാണ് തിരുനാൾ നടക്കുന്നത്. പള്ളിയുടെ സുവർണ ജൂബിലി സമാപനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായാണ് മച്ചിപ്ലാവ് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വാർഷിക പെരുന്നാൾ നടക്കുന്നത്. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തിരുനാൾ കൊടിയേറി. പള്ളിയുടെ സുവർണ ജൂബിലി സമാപനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനവും നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ തരത്തിലുമുള്ള മഹത്തരമായ പ്രവർത്തനങ്ങളെയും നേരിട്ട് കാണാൻ, അനുഭവിച്ചറിയാൻ ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് അഭിമന്യ തിരുമേനിയുടെ വാക്കുകൾ എത്രയോ ആത്മവിശ്വാസം പകരുന്ന തരത്തിലാണ്. ഇപ്പോൾ കുടിയേറ്റ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നേരിടുന്ന വന്യമൃഗ ശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും അനുഭാവപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കപ്പെടണമെന്നും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ പലതരത്തിലുള്ള പല കോണുകളിൽ നിന്നും വരുന്ന തീരുമാനങ്ങൾ കർഷക ജനതയ്ക്ക് ആശങ്കയാണ്. ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പോലിത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അന്തരിച്ച ശ്രേഷ്ഠ ആബുൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ സ്മരണാർത്ഥം ഇടവകയിൽ ആരംഭിക്കുന്ന ചാരിറ്റി ഫണ്ട് വിതരണോദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം.എൽ.എ. നിർവഹിച്ചു. 50ാം വാർഷികം സ്വർണ്ണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഏറെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളി ഇവിടെ സ്ഥാപിക്കുമ്പോൾ എത്രയേറെ കഷ്ടപ്പാടുകൾക്കിടയിലാണ് കുടിയേറ്റ കർഷകർ ഈ പള്ളി സ്ഥാപിച്ചെടുത്തത് എന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ മെത്രാപ്പോലീത്തായുടെ കാര്യങ്ങളെല്ലാം തിരുമേനി അവതരിപ്പിച്ചിട്ടുള്ളത്. അടിമാലി ഇഖ്ര ആശുപത്രിയുമായി സഹകരിച്ച് ഡയാലിസിസ് ആവശ്യമായ രോഗികൾക്കുള്ള ഡയാലിസിസും അടിമാലി നീതി മെഡിക്കൽസുമായി സഹകരിച്ച് പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിനുള്ള സഹായവും ഇതുവഴി ലഭ്യമാക്കും. ഇടവകയിലെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ഇടവകയിലെ മുൻ വൈദികരെയും പള്ളി ജീവനക്കാരെയും മുൻ ശുശ്രൂഷകരെയും 25 വർഷത്തിനുമേൽ സേവനമനുഷ്ഠിച്ച അധ്യാപകരെയും ആദരിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, പള്ളി വികാരി ഫാദർ ബാബു ചാത്തനാട്ട്, അരമന മാനേജർ റവറൻ ഫാദർ ഐസക് മേനോത്തുമാലിൽ കോർ എപ്പിസ്കോപ്പ, അസിസ്റ്റന്റ് വികാരി ഫാദർ മാർക്കോസ് ചിറ്റേമാലിൽ, ട്രസ്റ്റിമാർ, ഭക്തസംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ദേവാലയത്തിലെ തിരുനാൾ നാളെ സമാപിക്കും. നാളെ രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ 3 കുർബാന, പ്രസംഗം, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച സദ്യ എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി.